അപ്പോൾ ഗോപിനാഥ് മുതുകാട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്ത സമയത്ത് നമ്മുടെ സുനിത ദേവദാസിൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്ഥാപനത്തിൽ നിന്ന് വ്യക്തമായി വളരെ മോശം അനുഭവങ്ങൾ ലഭിച്ചൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് നമ്മൾ പത്രമാധ്യമങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുക, സൊസൈറ്റിയെ ആദ്യം കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെ ഷിഹാബ് ബ്രോനെയും കൊണ്ട് ഇന്ന് കൊച്ചിയിൽ നമ്മൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചു. നമ്മൾ കാര്യങ്ങൾ A to Z എന്തൊക്കെയാണ് ഷിഹാബ് ബ്രോ അവിടെ ജോലി ചെയ്ത സമയത്ത്, ജോബ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ, മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വ്യക്തിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവമാണ്. മറ്റേത് പാരൻസ് വന്ന് കുട്ടികളുടെ അനുഭവം എന്നൊക്കെ പറയുമ്പോൾ പലരും വന്നിട്ട് എന്താ പറയണേ, അത് പാരൻസിന് എക്സാജറേഷനാണ്, അല്ലെങ്കിൽ പാരൻസ് ഇങ്ങനെ പറയാൻ കാരണം അവരുടെ അജണ്ടയാണ്, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്നത് ഇവർക്ക് എന്ത് ലാഭം കിട്ടും അല്ലേ? ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ലാഭം അവർക്കുള്ളൂ? ഒരു ലാഭം അവർക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇതിനടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവർ, ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക, ഷിഹാബ് ബ്രോനെ പോലുള്ള ഒരുപാട് വ്യക്തികൾ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാനസികമായിട്ടുള്ള, എന്താ പറയുക, അതികഠിനമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വാക്കുകൾ കേട്ട് മനസ്സ് വേദനിച്ച് സ്വയം ഇറങ്ങി പോകുന്നുണ്ട്. ഷിഹാബ് ബ്രോ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് തുടക്കം ഒരു ചെറുതായി നിങ്ങൾ ലൈറ്റായിട്ട് പറയാം, കാരണം എന്താണെങ്കിലും ഇത് ന്യൂസിലും കാര്യത്തിലൊക്കെ വരും. ഇത് ഞാൻ 2017 മുതുകാട് സാറുടെ സ്ഥാപനത്തിൽ എംപവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ 5 ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിൻ്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെൻ്റലി റിട്ടയർഡായ കുട്ടികളാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് 5ഉം 6ഉം പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അത് ആളുകൾ വന്ന് കാണുന്നു, അത് കാണുമ്പോൾ ആൾക്കൊരു ഇമോഷണലി നമ്മളോടൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് മുതുകാട് സാറെ സഹായിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുന്നെന്ന് മനസ്സിലായത്, ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ, എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളോട് ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വരണം. സ്വാഭാവികമായിട്ട് അറിയാമല്ലേ, നമ്മൾ കാലുകളില്ലാതെ നടന്നു വരുമ്പോൾ കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതിന് നടന്ന് വന്ന് നമ്മൾ വീൽ ചെയറിലേക്ക് വലിഞ്ഞ് കയറിയിട്ട് അങ്ങനെ വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ആദ്യം അദ്ദേഹനോട് പറഞ്ഞു അതൊരു ഭയങ്കര പോസിറ്റീവായിരിക്കും, ഷാബിന് ഭയങ്കര ഒരു ആളുകൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഫീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിങ്ങനെ മുമ്പ് ഇത്രയും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഓഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന, ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾ. അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് സെന്റിമെന്റൽ ആയിട്ട് കാശ് കൊടുക്കണം ഇയാൾക്ക്. ഇതായിരുന്നു ഉദ്ദേശം. നമുക്ക് കുറച്ചൊരു 5-6 മാസം കഴിയുമ്പോൾ മനസ്സിലായി. പിന്നെ അതിനേക്കാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം വന്ന കാര്യം എന്താ വെച്ചാൽ, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഈ കുട്ടികൾ അധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ്. അപ്പോൾ അവർ പറയും ഫുഡ് വേണം, ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറുമ്പോൾ അങ്ങനെ തൊട്ടിട്ട് അവർ പറയാം പാരൻസിനോട്. അപ്പോൾ പാരൻസ് നമ്മോട് പറയും, എനിക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നും, അതുകൊണ്ട് നിങ്ങളിത് പറയണം, ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം. കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിൻ്റെ ടൈമിലാണെങ്കിൽ പോലും അതിഥികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾ ഭക്ഷണം കഴിച്ചെന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. അപ്പോൾ 3 മണിക്കാവുന്ന സമയത്തും 2:30 ആവുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ പാരൻസ് എന്നോട് പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ബാവ എന്ന് അവർ വിളിക്കാം, ബാവ ഇത് പറയണം. അങ്ങനെ മുതുകാട് സാറോടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര മോശമായ രീതിയിൽ എന്നോട് പറഞ്ഞത്, നീ കുട്ടികളുടെ പിതാവാവാൻ നോക്കണ്ട, നിന്നെ പറഞ്ഞ ജോലി ചെയ്താൽ മതി, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നമല്ല, അമ്മമാർ എന്നോട് പറയുമ്പോൾ ഞാൻ അത് പറയും. അപ്പോൾ അമ്മമാരെ നേരെ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു എന്നാണ് അമ്മമാരെന്നോട് പറഞ്ഞത്. ഷിഹാബിനോടല്ല പറയേണ്ടത്, എന്നോടാണ്, മുതുകാട് സാറിനോടാണ്. മുതുകാട് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, നിങ്ങൾ ആരും കാണിട്ടില്ല ഞാൻ തുടങ്ങിയേക്കുന്നത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ വരാൻ 100 കുട്ടികൾ എൻ്റെ ഔദാര്യത്തിലാണ്. ഈ അമ്മമാരും എന്ത് പറയുന്നുണ്ടല്ലോ, അത് കറക്റ്റാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ സാർ ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് പറയാമെന്ന്, എനിക്ക് നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത്, എനിക്ക് ഈ അനുഭവം ഉണ്ടായത് 2018 18 ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നത് ഈ 5 വർഷവും ഞാൻ പുറത്ത് പറയാതിരിക്കുന്ന കാരണം എനിക്ക് പേടിയാണ്, നല്ല പേടി. കാരണം ജീവനെ പേടിയാണ്. ഞാൻ വരെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു പേടിയാണ് അല്ലേ. കാരണം നമുക്ക് എന്ത് സംഭവിക്കും. ഇപ്പോൾ വണ്ടി പോകണമാണ്, ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ എപ്പോഴും നിങ്ങൾ കാതറായി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇതിൽ ഇറങ്ങി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എതിരിലൊരു വണ്ടി വന്ന് തട്ടിയാൽ നമ്മൾ തീരും. അല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഷിഹാബ് വളരെ വിശദമായിട്ട് അത് പറയും. പക്ഷേ
എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ പറഞ്ഞതിന്റെ പേരിൽ ഷിഹാബിന് നേരെ ഒരു ചെറിയ വിരലെങ്കിലും നിങ്ങൾ ഉയർത്തിയാൽ, കാരണമില്ലാതെ നിങ്ങൾ തോന്നിവാസത്തിന്റെ പേരിൽ ഉയർത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാശമായിരിക്കും. അതിലപ്പുറം വേറൊന്നും പറയാനില്ല. കാരണം പൊതുജനം കൈകാര്യം ചെയ്യും. നിങ്ങളുടെ കപടമുഖം ജനങ്ങൾ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. കാരണം നിങ്ങൾ ഡിസാബിലിറ്റിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയും. എനിക്ക് ഇദ്ദേഹം പറയുന്ന കാര്യം, ഓട്ടിസം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന പോലെ ഒരു മാജിക് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു വലിയ ഒരു കാര്യമല്ല അത്. അതൊരു ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഹ്യൂമൻ ബീങ് ഡിഫറെൻ്റ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ മുതുകാടിൻ്റെ അടുത്ത് വന്ന് കുട്ടികൾക്ക് മാറ്റണ്ടെന്ന് പറയുന്നൊരു അതിന് തെറ്റായൊരു സന്ദേശമാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോൾ അദ്ദേഹം വളരെ മോശം രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണം ഈ കുട്ടികളെ നോക്കാൻ. 5 കുട്ടികളില്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ 5 കുട്ടികളിലെ ഒരു കുട്ടിയുടെ അമ്മനെ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലെ കുട്ടികളെ നോക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ പറഞ്ഞു ഇതല്ല, ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് മതി, ആ പേരൻറ്റ് ചെയ്തോളും, അവർക്ക് ഡ്രസ്സ് മാറി കൊടുക്കാനും സഹായിക്കാനല്ലേ. അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ലോകം മൊത്തം ട്രാവൽ ചെയ്ത് ഈ കുട്ടികൾക്ക് വേണ്ടി പഠിച്ച ഒരു മനുഷ്യനാ പറയുന്നത് ഒരാൾ മതി. അതും ഒരു ടീച്ചർ, ഐ മീൻ ഒരു അമ്മ, അതിനെക്കുറിച്ച് പഠിക്കാത്തൊരു അമ്മ. എന്നിട്ട് ഞാൻ നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയിരുന്നതിന് കുറച്ച് മുമ്പ് ഒരു ടീച്ചർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂപ്പയുടെ കൂടെ ഗൾഫിലേക്ക് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, എനിക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. കാരണം എന്താ അറിയോ, ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഷിഹാബ് കാശ് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇൻകം ടാക്സ് പിടിക്കും. പറയുമ്പോൾ വെറും 2 ലക്ഷം രൂപയുള്ളൂ. ഇതിന് പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവർ തന്ന പൈസയാണ്, മുതുകാട് സാർ സ്നേഹം കൊണ്ട് തന്ന പൈസയാണ്. അപ്പോൾ അത് മൂപ്പര് പറഞ്ഞത് അത് മാജിക് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് മൂപ്പര് ട്രാൻസ്ഫർ ചെയ്ത് അത് നാട്ടിലെത്തിയിട്ട് ഷിഹാബിനെ തിരിച്ചു തരാന്നുള്ളത്. അതിൻ്റെ ഒരു ലോജിക്കിൽ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാൻ പൈസ കൊടുത്തില്ല. ഞാൻ കുഴപ്പമില്ല സാർ, ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം. എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 2 ലക്ഷം രൂപ നാട്ടിലത്തെ പൈസ നിങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നോളൂ, കാരണം പേയ്മെന്റ് അല്ലേ പ്രോഗ്രാം. നാളെ മാജിക് അക്കാഡമി വഴി ഷിഹാബിന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് മുതുകാട് തന്ന പൈസ അതായിരിക്കും. ആ ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. അപ്പം ഞാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിന്നെ മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തിയിട്ടൊക്കെ നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് നമ്മൾ പെരുമാറാം. എയർപോർട്ടിലേക്ക് സുഖമായിട്ട് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അതെന്താ അറിയോ, അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ പറയുന്ന ദിലീപാണെങ്കിലും ഇപ്പോൾ മമ്മൂക്കി ആണെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും അത്രേ. പക്ഷേ മുതുകാട് സാറെ എയർപോർട്ടിലൊന്നും അങ്ങനെ ഭയങ്കര രീതി ചെക്കിങ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിൻ്റെ ഒരു അത് എത്രത്തോളം പോസിബിൾ ആണ് എനിക്കറിയില്ല. ദിലീപ്, മമ്മൂട്ടി, മോഹൻലാലിനൊന്നും കിട്ടാത്ത പ്രയോറിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റിയാണ് മുതുകാട്. അങ്ങനെയാണ് സമൂഹത്തിൽ എൻ്റെ വാല്യൂ. അത് ഷിഹാബിനെ അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഒരു ശത്രുവിനോടെന്ന പോലെ അദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെറുപ്പിച്ചിട്ട് പിന്നെ നമ്മളോട് പോകാൻ തോന്നലുണ്ടാക്കും. ആളുകളുടെ മുന്നിൽ തോളത്ത് കൈയിടും, ഇല്ലാത്ത തട്ടി. അതെ അതെ, അത് ഉറപ്പാണ്. അപ്പം ക്യാമറ കാണുന്ന സമയത്ത് ഇപ്പോൾ എന്നെ തന്നെ എത്രയോ പ്രാവശ്യം ചേർത്ത് പിടിക്കുകയും ക്യാമറ മാറുമ്പോൾ അതാ ശരിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയോട് നീക്കിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് മടുത്തിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു 2 മാസം കൂടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. ഏകദേശം 1 വർഷം ആവുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഞാൻ പോവുകയാണ്, എനിക്ക് മടുത്ത സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വേറെ പ്രോഗ്രാമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ പോക്കോ ഷിഹാബിന്, എന്നാൽ നമുക്ക് നോക്കാം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒക്ടോബർ 2018 ഒക്ടോബർ 31 എനിക്ക് അടുത്ത വാർഷികമാണ്, 4ാം വാർഷികം. ഇത് നല്ല ഓർമ്മ, ഞാൻ അതൊന്നും മറക്കില്ല. കാരണം 5 കൊല്ലം മുമ്പ് നടന്നാണെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും റിസൾട്ട് ചെയ്യപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കാഡമിക് ഡയറക്ടറായിട്ടുള്ള ചന്ദ്രസേനൻ മധുരമല എന്ന് പറഞ്ഞ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷിഹാബ് പോവാൻ 2 മാസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഈ കാര്യം സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷീൽ സാറിനോടും ശൈലജ ടീച്ചറോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഷിഹാബ് നാളെ മുതൽ വരണ്ട എന്നുള്ളതാണ്. ശൈലജ ടീച്ചറും അഷീലും. അപ്പം ഞാൻ പറഞ്ഞത് അത് എന്തിനാണ് അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് ഒന്നെങ്കിൽ അവരുടെ സർക്കാർ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിലുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പറയാം. ഇതല്ലല്ലോ, സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡയറക്ടർ എന്നുള്ളത് അദ്ദേഹത്തിന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എനിക്ക് അറിയുന്ന 1-2 അധ്യാപകരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സർക്കാർ സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ നാളെ മുതൽ ഷിഹാബ് പ്രോഗ്രാം ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ റീസൺ വേണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഷിഹാബ്, ഇത് MR ആയിട്ടുള്ള മെൻ്റലി റിട്ടയർഡ് ആയ കുട്ടികൾ മാത്രമുള്ള പ്രോഗ്രാമാണ് എംപവർ. ഉടനെ നമ്മൾ DAC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ. അവിടെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ പെർഫോം ചെയ്യാനുള്ളതാണ്. ഷിഹാബിന് അങ്ങോട്ട് വരാം, അത് നമ്മൾ വെൽക്കം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ ഞാൻ ഇവിടുന്ന് നിർത്തി പോകുന്നതിനുള്ള റീസണാണ് അറിയേണ്ടത്, വരുന്ന കാര്യം നമുക്ക് പിന്നെ. എന്നിട്ട് ഞാൻ മുതുകാട് സാറിനെ വിളിച്ചു. മുതുകാട് സാറോട് ഞാൻ ചോദിച്ചു സാർ ഇങ്ങനെ എന്നോട് ചന്ദ്രസേനൻ സാർ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിക്കോ. ഞാൻ പറഞ്ഞു അപ്പോൾ നാളെ മുതൽ പ്രോഗ്രാം ചെയ്യണ്ട,
ഇങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്താ കാരണം? അപ്പോൾ പറഞ്ഞു ഞാൻ ടയർഡാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എൻ്റെ കയ്യിൽ തെളിവുകൾ അടക്കമുണ്ട്. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ രാവിലെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് റീസൺ വേണം, എന്തുകൊണ്ട് ഞാൻ നിർത്തണം. ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാൻ തന്നെ പോവാമെന്ന് പറഞ്ഞത് എനിക്കൊരു വർഷത്തോളമായിട്ട് പ്രോഗ്രാമൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. കാരണം ഇവിടെയാണ് ലോക്കാണ്. കാരണം സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, 2017 ഒക്ടോബർ മുതൽ 18 ഒക്ടോബർ വരെ നിങ്ങൾ എന്നെ ഒരു TV പ്രോഗ്രാമിലും കൂടുതൽ കണ്ടിട്ടുണ്ടാവില്ല. കൂടുതലെന്നല്ല, ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേറൊരു പ്രോഗ്രാമിലേക്ക് മുമ്പ് നമ്മൾ പോകാൻ സമ്മതിക്കില്ല. അതിന് മുമ്പ് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ മാത്രം പെർഫോം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 2 മാസം മുമ്പ് ചെറിയ രീതിയിലൊക്കെ പുറത്ത് പ്രോഗ്രാം തുടങ്ങി പ്രിപ്പയർ ആയി വന്നാൽ ഇൻ കേസ് ഇവിടുന്ന് ഇറങ്ങിയാലും എനിക്കൊരു വരുമാനം ഉണ്ടാവും. കാരണം ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് 20,000 രൂപയായിരുന്നു അവിടെ സാലറി. അപ്പോൾ ഈ ഒരു രൂപ കിട്ടുന്നത് വേറെ പ്രോഗ്രാമുകളിലേക്ക് മാറാനുള്ള പ്രിപ്പറേഷനുള്ള സമയമാണ് 2 മാസം ഞാൻ ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറയുമെന്ന പേരുള്ളത് കൊണ്ടായിരിക്കും അവർ പറഞ്ഞേറ്റു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ മാനസികമായി തകർത്ത് കളഞ്ഞ് നമുക്ക് പോവാ എന്ന ചിന്ത വരുന്ന സമയത്ത് എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിവിടും. അപ്പോഴും അവർ ഒഴിവാക്കിയത് പോലെ ആവും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണം. അതില്ലെങ്കിൽ ഞാനിവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് പുറത്ത് പറഞ്ഞു കൊടുക്കും. എനിക്കുണ്ടായ അനുഭവങ്ങൾ മൊത്തം ഞാൻ പറയുമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് മുതുകാട് സാറിൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് കണ്ടുപിടിഞ്ഞാൽ ചന്ദ്രസേനൻ മുതിർമല എന്ന് പറഞ്ഞ അക്കാഡമിക് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഭയങ്കര നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതേ പറഞ്ഞ് ഷിഹാബിനോട് ആരും പോകാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് അന്നലെ പ്രോഗ്രാം തലേ ദിവസത്തെ വാർഷികാഘോഷത്തിൻ്റെ ടയേർഡായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ നല്ല പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് അങ്ങോട്ടൊക്കെ മാറിപ്പോയതാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങളവിടെ തുടർന്നോളൂ മാറ്റി പറഞ്ഞു. ഇതന്നെയാണ് ഒരു അമ്മ പറഞ്ഞത് കുട്ടീനെ. ആദ്യം വന്നിട്ട് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി വളരെ രൂക്ഷമായി സംസാരിച്ചു. പിറ്റത്തെ ദിവസം നേരെ അത് മാറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഇനി താല്പര്യമല്ല, എനിക്ക് എന്തായാലും ഇനി കാരണം കാണിക്കൽ നോട്ടീസ് ഉണ്ടായി ഞാൻ പോന്നു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അപ്പം പിടിച്ചവരുണ്ടാക്കിയത്. അവിടെയും ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഡേറ്റൊക്കെ തലേ ദിവസത്തേക്ക് ഇട്ട് വെച്ചു. 31-ലൊക്കെ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രീതിയിൽ. പക്ഷേ പൂജപ്പുരയിലുള്ള ഓഫീസിൽ നിന്ന് കിൻഫ്രയിലുള്ള മാജിക് പ്ലാനറ്റിലേക്ക് ഈ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് എത്തുന്നത് 31-ാം തീയതിയുള്ള നോട്ടീസ് എത്തുന്നത് 1-ാം തീയതി വൈകുന്നേരം 6:30-7 മണിക്കാണ് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട്. ഇത് തരുന്നത് മാനേജറോ ആരുമല്ല, ഇത് സ്റ്റാഫ് അതെയാണ്. അപ്പോൾ ഞാനിത് വായിച്ച് നോക്കുമ്പോൾ അതിലുണ്ട് പ്രോഗ്രാമിന് തടസ്സം നിന്നതിൻ്റെ പേരിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ പറഞ്ഞ മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയെ ഷിഹാബ് കൂട്ടത്തിൽ വെച്ച് അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും DACയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തവർ പിറ്റേ ദിവസം ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഈ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ നോട്ടീസ് എനിക്ക് വേണ്ടി ഒരു അപ്പം പിടിച്ചുണ്ടാക്കിയ നോട്ടീസാണ്. ഞാൻ പറഞ്ഞു ഈ നോട്ടീസ് കൊണ്ട് കാര്യമില്ല, കാരണം ഇതിൽ പറയുന്നത് ഞാൻ പ്രോഗ്രാം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിക്കാം. ഞാൻ മാത്യു എന്ന് പറയുന്ന അന്നത്തെ പ്രോഗ്രാം കോർഡിനേറ്ററെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യിപ്പിച്ചു. ഞാൻ മാത്യുവിനോട് ചോദിച്ചു ഞാൻ കാരണം പ്രോഗ്രാം ക്യാൻസലായ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? അന്ന് മാത്യുവിനോട് പറഞ്ഞത് ഇല്ല എന്നാണ്. ഇനി ഒരു പക്ഷേ ഇതൊക്കെ തിരിച്ച് പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളടക്കം ഞാൻ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റിൻ്റെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ആയിട്ടൊരു എന്നോട് പറഞ്ഞിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ അവസാനത്തിലുണ്ട് ഷിഹാബിന് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ ഷിഹാബ് അയക്കണം എന്നുള്ളത്. ഞാനൊരു 5, 6, 7 പേജ് വരുന്ന കാര്യങ്ങൾ എനിക്കുണ്ടായ മുഴുവൻ അനുഭവങ്ങളും ഒരു കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ആയിട്ട് എൻ്റെ എല്ലാ എക്സ്പീരിയൻസും വെച്ചിട്ടൊരു കത്ത് എഴുതി. അതിൻ്റെ അവസാനത്തിൽ ഞാൻ ചേർത്ത് വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ കള്ളമാണെന്ന് മാജിക് പ്ലാനറ്റിനോ മുതുകാട് സാർക്കോ ചന്ദ്രസേനൻ സാർക്കോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ എനിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവാം. ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു കത്ത് അവർക്ക് കൊടുത്തപ്പോൾ ചന്ദ്രസേനൻ സാർ സ്വീകരിച്ചില്ല. പൂജപ്പുരയിൽ കൊണ്ടുപോയിട്ട് അവർ നേരിട്ടാണ് സ്വീകരിച്ചില്ല. നമ്മൾ വെച്ചിട്ട് പോന്നു. മുതുകാട് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാബിൽ നമ്മളൊരു കോപ്പി വെച്ചിട്ട് പോന്നു. മാജിക് പ്ലാനറ്റിൻ്റെ ഒഫീഷ്യൽ മെയിൽ ID-യിലേക്ക് നമ്മളൊരു മെയിൽ അയച്ചും ചെയ്തു കാര്യങ്ങൾ. 5 വർഷമായിട്ട് ഇതുവരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർക്കറിയാം ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ കള്ളമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. അവർക്ക് ന്യായീകരിക്കാനോ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാനോ വരില്ല. പക്ഷേ ഇനി സായി ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമങ്ങളുണ്ടാകും. ഒരു പക്ഷേ അവിടെയുള്ള അമ്മമാരെ തന്നെ അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ അമ്മമാർ വന്നാൽ അതിനുള്ളതും നമ്മളെ അത് ഞാൻ പറയുന്നത് അവിടെയുള്ള ഒരു അമ്മമാരും മനസ്സ് തൊട്ട് എന്നെ കുറിച്ച് മോശമായിട്ട് പറയില്ല. കാരണം അവരൊക്കെ എന്നോട് വളരെ വ്യക്തിബന്ധമായി ചിലപ്പോ ഷിഹാബ ഈ പറഞ്ഞതുപോലെ അവരുടെ മക്കൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോ ചില പരിമിതികൾ ഉണ്ടായിക്കൊള്ളാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ
അവർക്ക് ചിലപ്പോൾ പുറമോടിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വന്നേക്കാം, പക്ഷെ അവരുടെ മനസ്സിനകത്ത് കുറ്റബോധം അതുണ്ട്, കയ്യിലുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മമാരുടെ മൈൻഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് അങ്ങനെയൊക്കെ അമ്മമാരെ ആരോപിക്കുകയാണെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 32 വയസ്സായിപ്പോ. ഈ 32 വയസ്സിനുള്ളിൽ ഏകദേശം 10-17 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു മനുഷ്യൻ പോലും എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി വരും. കാരണം എന്താ വെച്ചാൽ ഇനി അദ്ദേഹത്തിന് ബാങ്ക് ക്ലിയർ ആക്കാനുള്ളത്. പിന്നെ മുതുകാടിന്റെ അവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തു. ഞാൻ ആ വീഡിയോ എന്റെ കയ്യിൽ അതെ, അത് അയച്ചു കൊടുത്തു. അതിനുശേഷം മുതുകാട് ചേംബർക്ക് വിളിപ്പിച്ചിട്ട് ഭയങ്കര ഷൗട്ടിങ്. മൂപ്പയുടെ മാനേജർ ജിന്ന ഉണ്ടാവും. ജിന്ന എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷിഹാബ് നിന്റെ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തല്ലി താഴെടുന്നില്ല. കേട്ട് മുതുകാട് കേട്ട് നിൽക്കുക. എന്നിട്ട് ഇത് കേട്ട് നിൽക്കുന്ന സമയത്ത് മുതുകാടുണ്ട്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഉണ്ണിയേട്ടനുണ്ട്, തോമസ് ഏട്ടൻ, രാജേട്ടൻ, ഇവരൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അദ്ദേഹത്തിനോടൊപ്പം പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ രണ്ടാമത്തെ മുഖം ഷിഹാബ് പുറത്തെടുപ്പിക്കരുത്. അത് പേടിച്ചിട്ട് തന്നെയാണ് ഞാനിത് പുറത്ത് പറയാതെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു നേട്ടവും കിട്ടാനില്ല. പക്ഷേ ഇതൊക്കെ പറയാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് സ്വത്ത് സമ്പാദിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുറേ കാര്യങ്ങളിൽ ഷിഹാബ് കണ്ണടച്ച് മിണ്ടാതിരുന്നാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പറ്റും, എൻ്റെ കൂടെ ഒരുപാട് വിദേശ യാത്രകൾ പോകാനും പറ്റും. അത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഉപ്പാട് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞ കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പിച്ചെടുത്തുള്ള കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അതിനേക്കാളും അന്തസ്സുണ്ടാവും. അങ്ങനെ ഒരു ജോലി ചെയ്തു എന്ന് പറയാനെങ്കിലും നമുക്ക് പറ്റും. എത്ര കുട്ടികളും പാരൻസും വിഷമിച്ചിരിക്കുന്നല്ലേ, എത്ര പേരും. ഞാനിപ്പോൾ ഇത് പുറത്ത് നിന്ന് പറയാനും കാരണം, ഞാൻ 5 കൊല്ലമായിട്ട് ഇതുവരെ പറയാത്തതെന്ന് വെച്ചാൽ, വേണ്ട ഞാനായിട്ട് പുറത്ത് പറയണ്ട. 2 കാരണമുണ്ട്. ഒന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം മുതുകാട് സാറെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളൊക്കെയാണ് നിങ്ങൾക്ക് എന്താ മുതുകാട് സാറെ കുറിച്ച് പറയാൻ അവകാശം എന്ന് ചോദിക്കുന്നത്. ഇത് പറയുന്നത് അനുഭവിച്ച അമ്മമാരും അനുഭവിച്ച ഞാനുമാണ്. നമുക്കിത് കേവലം ഇതൊരു കേൾവി മാത്രമായിരിക്കാം, ചെറിയൊരു വിഷയം മാത്രമായിരിക്കും. പക്ഷെ നമ്മളുടെ അവസ്ഥയല്ല ഷിഹാബിനുള്ള അവസ്ഥ. അപ്പൊ അമ്മമാരുടെ അവസ്ഥ, അവരുടെയൊക്കെ അവസ്ഥകൾ നമ്മുടെ അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ അവസ്ഥകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരോട് പെരുമാറുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം അത് നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് മാത്രം അറിയാവുന്ന വിഷയമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇത്തരത്തിലുള്ള ആളുകളെ ചികിത്സിക്കാനും അവരെ പരിചരിക്കാനും അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷയും കൊടുക്കുമെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാകുമ്പോൾ യഥാർത്ഥത്തിൽ അവരെവിടെയായിരുന്നോ ആദ്യം ഉണ്ടായിരുന്നത് അതിനേക്കാൾ 10 മടങ്ങ് ചൂഷണത്തിനും മാനസിക സമ്മർദ്ദത്തിനും ഇവിടെ അവർ ഇരയാക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, സ്വമേധയാ ഒരു അന്വേഷണം ഉണ്ടാകണം. അതൊരു പരാതിക്ക് വേണ്ടിയിട്ട് അന്വേഷണ കമ്മീഷനൊക്കെ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഇതൊക്കെ ഇന്നലെ ഒരു അമ്മ തുറന്നു പറയുന്ന ഒരു കുട്ടീനെ ഫിസിക്കലി അവിടുന്ന് ഹേർട്ട് ചെയ്തു എന്നാണ്. ഫുട്ബോൾ കോർട്ടിൽ കുട്ടിയുടെ കൈ. എന്തിനാണ് ഈ പറയപ്പെടുന്ന സ്ഥാപനം തുടങ്ങിയത്? ഡിസാബിലിറ്റി ഉള്ള അംഗവൈകല്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വൈകല്യമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവർക്കും എല്ലാം ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വേദി ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാണല്ലോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു കൊടുത്തത്. ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു കൊടുത്ത ആളുകൾ തന്നെ നിങ്ങൾക്കത് പറ്റില്ല എന്ന് അവരെ മാനസികമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഔദാര്യം എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ അമ്മമാരെയും ചൂണ്ടിക്കാണിക്കുന്ന മുതുകാട്. പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് ആൾക്കാർ മുതുകാട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സായി ഷിഹാബിനോട് സംസാരിച്ചിട്ട് ഈ വിഷയം എന്നോട് അറിയിക്കുന്ന സമയം വരെ, ഒരുപക്ഷെ അതിനു മുമ്പ് സായി വരെ, ഞങ്ങൾ ആരും ഇദ്ദേഹത്തിന്റെ എതിരാളികളല്ല. മുതുകാട് ഞങ്ങളുടെ സ്റ്റാറ്റസിൽ ഉണ്ടാകും, മുതുകാട് ഞങ്ങളുടെ സ്റ്റോറിയിൽ ഉണ്ടാകും, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ ചിലപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുതുകാടിന്റെ വീഡിയോസ് ഉണ്ടാകും. ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷെ ഡിസാബിലിറ്റിയെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു പോകുമ്പോൾ അത് ചോദ്യം ഞങ്ങൾ ചെയ്തില്ല എങ്കിൽ നാളുകളിൽ അത് ഒരുപാട് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടു പോകുന്ന ആളുകളുടെ ദയനീയമായ അവസ്ഥയിലേക്ക് കാരണമായി പോകും. ഷിഹാബ് അതിന് തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്താം എന്നൊക്കെ നോക്കുന്നുണ്ട് എങ്കിൽ പല രീതിയിലുള്ള വഴികളിലൂടെ കടന്നു വന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വഴി തിരഞ്ഞെടുക്കുന്നുവോ അത്തരം വഴികളിലൂടെ കടന്നു വരാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും ഇല്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പറയാണ്. ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അപകടമായിരിക്കും, വലിയ നാശമായിരിക്കും. തീർച്ചയായിട്ടും ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇനി എന്നെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുന്നത് ഷിഹാബിന് കൊടുത്തിട്ടുള്ള ഈ കാരണം കാട്ടിക്കൽ നോട്ടീസിലുള്ള കാര്യങ്ങളായിരിക്കാം. ഈ കാരണം കാട്ടിക്കൽ നോട്ടീസ് അടക്കം ഷിഹാബിന് ഈ പറയപ്പെടുന്ന അവിടെയുള്ള സ്ഥാപനം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അധികൃതർ കൊടുക്കുന്നത് ഷിഹാബ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ്.
അല്ലാതെ ഷിഹാബിനിതാ ഇന്ന രീതിയിൽ പ്രശ്നമുണ്ട് ഷിഹാബെ, നീ ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കല്ല. ഷിഹാബ് ആവശ്യപ്പെട്ടത് കൊണ്ട് കൊടുക്കാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് അത് തെളിയിക്കുന്ന, അത് മാത്രമല്ല ഈ ചൂഷണം തെളിയിക്കുന്ന എല്ലാ വീഡിയോസ്, ഓഡിയോ, എല്ലാ ക്ലിപ്പുകളും ഉണ്ട്. അതുകൊണ്ട് പറയാണ്, മര്യാദയ്ക്ക് നിങ്ങൾ എന്താണോ അത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിക്കോട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോ, നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയ പിഴവായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ആ പിഴവ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം, ഇത് വേറെ ഏതെങ്കിലും സ്ഥാപനമായിരുന്നു ഞങ്ങളൊന്നും പറയില്ലായിരുന്നു. കാരണം ഈ സ്ഥാപനത്തിൽ ചിലപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള പ്രതീക്ഷകളിൽ വീണു പോയിട്ടുള്ള ചില കുടുംബങ്ങൾ ഉണ്ടാകാം. ആ പ്രതീക്ഷകളിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുറെ ജീവിതങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണോ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തുക, പിഴവുകൾ തിരുത്തുക. ഇത് ആർക്കെങ്കിലും പറ്റുന്ന തെറ്റല്ല, മറിച്ച് ഇത് പാടില്ലാത്ത തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. വ്യക്തിപരമായിട്ട് മനുഷ്യന്മാർക്ക് പിഴവുകൾ ഉണ്ടാകാം, വ്യക്തിപരമായിട്ട് മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു വലിയ വിഭാഗം ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഇപ്പോഴും പറയാണ്, ആളുകളുടെ എണ്ണം കൊണ്ട് ചിലപ്പോൾ അപ്പുറം ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ആളുകളുടെ എണ്ണത്തെക്കാൾ അപ്പുറത്ത് ഉന്നയിക്കപ്പെടുന്ന വിഷയത്തിന്റെ പ്രാധാന്യത്തിന്റെ മൂർച്ച കൊണ്ട് നേരിടാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഏത് പലകയും ഞങ്ങൾക്ക് കീറി മുറിക്കാൻ പറ്റും എന്നുള്ളത് ആ വിഷയത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അത്ര മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും സായി, എന്താണെന്നറിയോ, ഞാൻ ഈ പൈനറ്റിൽ ഇവിടുന്ന് ഒഫീഷ്യലി റിസൈൻ ചെയ്യാതെ പോലും പോന്നിട്ടും ഇത്രയും കാലം ഞാൻ പുറത്ത് പറയാതിരിക്കാനുള്ള കാരണം പറഞ്ഞല്ലോ, എൻ്റെ പേടി കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ അമ്മമാർ ഈ ആരോപിക്കുന്ന അതേ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2 എക്സ്പ്ലനേഷൻ വീഡിയോ വന്ന സമയത്ത് അദ്ദേഹത്തിന് പറയായിരുന്നു, വലിയൊരു സ്ഥാപനമാണ്, പോരായ്മകൾ ഉണ്ടാവും, തിരുത്താമെന്ന് പറയുന്നതിന് പകരം ഈ പറയുന്ന അമ്മമാരെ ഒറ്റപ്പെടുത്താനും അവര് വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന് കാണിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്ന് പറയണം. ഇതിന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കും, അതിന് അവിടുത്തെ അമ്മമാരെ കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ അതിന്റെ തെളിവുകൾ കൊണ്ട് നമ്മൾ അല്ല, ഈ മുതുകാടിന്റെ തന്നെ ശബ്ദ സന്ദേശങ്ങളുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ, ഇഷ്ടം പോലെ. അത് ഇപ്പൊ നിലവിൽ പുറത്തു വിടുന്നില്ല. പക്ഷെ പുറത്ത് അത് ത്രെട്ടനിങ് ഒന്നുമല്ല, മറിച്ച് അതിന്റെ ആവശ്യം വരുന്ന സമയമുണ്ടല്ലോ. കാരണം ഇതിനൊരു വിശദീകരണ വീഡിയോ ആയിട്ട് മുതുകാട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. അത് മാത്രമല്ല, അവിടുന്ന് ഈ കണക്ക് കാണിച്ചതിനെ കുറിച്ചിട്ടും പിന്നെ ഈ ദൈവം പറയുന്നതിനെ കുറിച്ചിട്ടും ഈ ഷിഹാബിനോട് മുതുകാട് പറയുവാണത്രേ, നിങ്ങൾ വീൽ ചെയറിലൂടെ പോകേണ്ട, നിങ്ങൾ നടന്ന് ഒരു സിമ്പതി ജനങ്ങളിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പരിപാടി നടക്കൂ. ഈ എണ്ണത്തിന്റെ കാര്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് 5 കുട്ടികളാണ്. പക്ഷെ അവിടെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന ദിവസം വേറെ മുമ്പ് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്ന 20 കുട്ടികളെയും കൂടി കൊണ്ടുവരും. ഞാനൊരു പ്രോഗ്രാമിന് എന്നോട് പറഞ്ഞു, ഇന്ന് 20 കുട്ടികൾ ചേർന്ന് 25 കുട്ടികളുണ്ടാവും. ഗസ്റ്റിന് മുമ്പ് 25 പേരാണ് പെർഫോം ചെയ്യുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ പുതിയ 20 കുട്ടികൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഗസ്റ്റുകൾ കാണുന്ന സമയത്തൊക്കെ നമ്മൾ 25 കുട്ടികളാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഒരു അമ്മ ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ട്, നിങ്ങളും ഇതിന് കൂട്ടി നിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം ഈ അതിഥികളുടെ മുമ്പിൽ കൊടി വീശാനും ഈ വസ്ത്രം ധരിച്ച് എന്താ പറയുക കോലം കെട്ടുന്ന പോലെ നിൽക്കാനും ആണോ ഞങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്? ഇതുവരെ ഞങ്ങളെ കുട്ടികൾ വിളിച്ചിട്ടില്ലല്ലോ പ്രോഗ്രാമിലേക്ക് ഇത്രയും ദിവസം. ഇപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളെ 25 പേര് എൻ്റെ എണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുവന്നെന്ന് അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം കാണിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു ദൈവമാണെന്ന് പറയിപ്പിക്കുകയാണ്. പിന്നെ മുതുകാട് സാർ ഞങ്ങൾ ദൈവമാണ്, സാർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിതം ഇല്ലാന്ന് പറയണം എല്ലാ സ്റ്റേജിലും. അപ്പം സ്പെഷ്യൽ അതിഥികൾ വരുന്ന ദിവസം മൂപ്പര് പേഴ്സണലായിട്ട് വന്ന് കാണും എന്ന് പറയാം. ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അറിയാലോ, ഇത് പറയണം, എന്നാലും നമുക്ക് നടക്കുള്ളൂ. ഞാൻ പറയട്ടെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മാനുഷിക പരിഗണന ഇല്ലാതെയാണ് എന്നോട് പോകാൻ പറഞ്ഞത്. അതാണ് എനിക്ക് അത്രയും വിഷമമാണ്. കാരണം ഞാനായിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അതിന് അവസരം തരാതെ നാളെ മുതൽ ഇവിടെ വേണ്ട എന്ന് പറയുകയും പിന്നീട് ഞാൻ കാരണങ്ങൾ സഹിതം ഞാൻ എതിർക്കുമെന്ന് കണ്ടപ്പോൾ പോവാൻ പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറയുകയും പിന്നെ നിരന്തരം എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്തൊരു കാര്യം കള്ളമായി ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മാക്സിമം പറയാൻ പറ്റുന്ന ആരോപണം ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളെ ഷോ ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഷോ ബ്ലോക്ക് ചെയ്ത് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസാണ്. ഇതാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് ഇതൊന്നുമല്ലാത്ത പുതിയ കഥകളായിരിക്കാം. അതിന് ഈ അമ്മമാരെയും കുട്ടികളെയും അതിൽ പുതിയ ആളുകളെ അദ്ദേഹം കൊണ്ടുവരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറയുന്ന ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഞാൻ കൊടുത്തൊരു മാനസിക പരിഗണനയാണ് ഇപ്പോൾ ഇതൊന്നും ഇത്രയും കാലം പറയാതിരുന്നതും ഇപ്പോഴും ഫുള്ള് പറയാതിരിക്കുന്നതും. അത് ഞാൻ ആ മാനസിക പരിഗണന ഞാൻ മറക്കുകയും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതം എനിക്കൊരു മോളും വൈഫാണുള്ളത്.
ഞാൻ പറയാം ഇതിന്റെ പേരിൽ എനിക്ക് ഒരു അപകടം സംഭവിച്ചാലും മനസ്സിൽ നന്മയുള്ള ഇദ്ദേഹത്തെ പോലെ ഫേക്ക് അല്ലാത്ത ആരെങ്കിലും ഒരാൾ എന്റെ കുടുംബത്തെ സംരക്ഷിക്കും, ഒപ്പം ഉണ്ടാകുന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ അംഗമാണ് ഷിഹാബ്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഷിഹാബ്. ഷിഹാബിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഏത് ഉന്നത കോടതിയിലേക്ക് പോകേണ്ടി വന്നാലും ചേലസായി നമ്മൾ അതിന്റെ എല്ലാ ചിലവും വഹിച്ചുകൊണ്ട് നമ്മൾ അസോസിയേഷൻ അല്ല, ആസ് എൻ ഇൻഡിവിജ്വൽ അടക്കം നമ്മൾ കഴിഞ്ഞിട്ട് ഷിഹാബ് ബ്രോന്റെ അടുത്തേക്ക് ആർക്കും പറ്റും. കാരണം നമ്മൾ അതിനെ സമ്മതിക്കൂ. കാരണം ഈ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ആളുകൾക്കെതിരെ ശബ്ദം ഉയർത്തി എന്നുള്ള പേരിൽ ഒരാൾക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അത് സൊസൈറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. ഞാൻ പറയുന്നത് അവർ ഓൾറെഡി പല കാര്യങ്ങളിൽ മാനസിക അസ്വസ്ഥതയിലുള്ള ആളുകളാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാനത് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കത് ഫീലാവും വ്യക്തമായിട്ട്, എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ഉമ്മയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന എനിക്കത് കൃത്യമായിട്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അവരനുഭവിക്കുന്ന പീഡനങ്ങളുടെ കഥകൾ അതിങ്ങനെ പുറത്ത് വരുമ്പോൾ നമുക്കൊരിക്കലും യോജിക്കാനാകില്ല. അത് മുതുകാടായി കഴിഞ്ഞാലും ശരി, ഇനി അതിൻ്റെ അപ്പുറത്തുള്ള ഏത് മന്ത്രിമാരോ ഇനി ആരായിക്കഴിഞ്ഞാലും ശരി പ്രതികരിക്കുമെന്ന് മാത്രമല്ല, ഇവിടെ ജനാധിപത്യ രീതിയിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയോട് കൂടിയിട്ട് നേരിടുന്നുണ്ട് എങ്കിൽ ഞങ്ങളും പിന്നെ ഈ പറയുന്നത് പോലെ മാങ്ങ പറിക്കാനൊന്നും ഞങ്ങളുടെ കൈകാലുകളൊന്നും പോയിട്ടില്ല എന്നുള്ളതും അറിയിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു രീതിയിലെങ്കിലും ഈ മനുഷ്യനെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട് എങ്കിൽ അതിന് സായി പറഞ്ഞതുപോലെ ഒന്നുകിൽ സായി കൃഷ്ണയെ തൊടണം, അല്ലെങ്കിൽ ഖാദർ കരിപ്പൊടിയെ തൊടണം, എന്നിട്ടേ ഷിഹാബിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് ഞങ്ങൾ വെറുതെ ഒരു ഡയലോഗ് അടിക്കാൻ വേണ്ടി പറയുന്നത്. ഞാൻ പറയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ വ്യൂവേഴ്സിന്. ഒരാള് പോലും സപ്പോർട്ട് ചെയ്യില്ല ആ മനുഷ്യനെ. കാരണം ഇങ്ങനെ പല വ്യക്തികളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാഹചര്യം അനുഭവിച്ചവർക്ക് അതിന് വിഷമം അറിയും. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അല്ലാതെ അവർക്കിത് പറഞ്ഞിട്ട് കോടികൾ ബാങ്ക് ബാലൻസും കിട്ടി പോകാനൊന്നുമല്ല. അവർ പറയുന്നത് നാളത്തെ ഒരു തലമുറയ്ക്ക് ഇതേ അനുഭവം. എത്രത്തോളം ഷിഹാബ് ഈ മനുഷ്യനെ പേടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാറിൽ പോലും പ്രസ് ക്ലബിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട്. എന്റെ കാറ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയോ, എന്നെ ഭയപ്പെടുത്തുവോ, എന്നെ ഇനി ഒരു ഷോന് പോകാനാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയാണ്. ഒരു ഷോന് ഇറങ്ങി പോകാനാണ്. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ഷോ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഷിഹാബിന് കിട്ടാതിരിക്കട്ടെ. ആ സമയം നമുക്ക് നോക്കാം. ആ പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് വലിച്ചു കീറാം. ഇതില് മാന്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷിഹാബ് ബ്രോ ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവുമായിട്ട് മുതുകാണ്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതായിരുന്നു പറയാനുണ്ടായിരുന്ന കാര്യം. ഇതിലും കൂടുതൽ കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ വഴിയെ എല്ലാം വരും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ കമന്റ് ബോക്സിൽ ഇപ്പോഴും വന്ന് പറയുന്നുണ്ട് മുതുകാട് സാർ ദൈവമാണെന്നുള്ളത്. ദൈവമായിട്ട് കാണുന്നവർക്ക് ദൈവമായിട്ട് കാണാം. അവിടെ ഒരു പ്രാവശ്യം പോയി വന്ന ആൾക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ടാണല്ലോ അവിടെ ഒരു പ്രാവശ്യം പോയി ഞാൻ അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അവിടെ ജോലി ചെയ്തവർക്ക് അറിയാം ദൈവമാണോ എന്താണോ എന്നുള്ളത്. അത് നിങ്ങൾ ആളുകൾക്ക് ആളുകളുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വ്യക്തിപരമായ കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത്തരം വിഷയങ്ങളെ ചൂഷണം ചെയ്യുന്നത് കുറവല്ല. അത് വലിയൊരു ചൂഷണം തന്നെയാണ്. കുറെ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല, പിടിക്കപ്പെടും. ഒരു വ്യക്തിയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ശരി, പക്ഷെ ഒരു വ്യക്തിയല്ല. അപ്പൊ അത് ആരോപണമല്ല. ഒരു വ്യക്തി, അതിൽ കൂടുതൽ ആളുകൾ വന്നു. ആദ്യം ഒരു വ്യക്തിയിലായിരുന്നു, ചിത്ര എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പിന്നെ ഒരുപാട് അമ്മമാര് വന്നു. ഇപ്പൊ ഷിഹാബ് ബ്രോ വരുന്നു. എല്ലാവരും ഉന്നയിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇയാൾ പൈസ ഉണ്ടാക്കിയെന്നല്ല. എല്ലാവരും പറയുന്നത് എന്താ പറയുക, ഇയാളുടെ ആറ്റിറ്റ്യൂഡ്, ഇവരോടുള്ള മനോഭാവം, സംസാരം, അത്രേ ഇവര് പറയുന്നുള്ളൂ. ക്യാമറയിൽ കാണുന്ന പോലെ ആ ജനുവിനല്ല, അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത് അവസാനിപ്പിച്ച് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സ്വഭാവം അവസാനിപ്പിക്കണം, തിരുത്തണം. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം, എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഞാനിത് അവസാനിപ്പിച്ചിട്ട് പോവാണ്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. എനിക്കെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അത് എന്റെ ഭാഗത്തു നിന്നുള്ള പിഴവുകളായിരുന്നു, ഞാനത് തിരുത്താൻ തയ്യാറാണ്, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു ക്ഷമയെങ്കിലും ചോദിക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയെങ്കിലും. ഇപ്പോഴും ക്ഷമ ചോദിച്ചാൽ എല്ലാം ഇവിടെ തീരും. അല്ലാതെ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഒരു ക്ഷമക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയുമ്പോൾ നമുക്ക് എനിക്ക് ആ ഒരു ക്ഷമയുണ്ട് എന്നറിയും. എനിക്കൊരു മനസ്സമാനം കിട്ടും, ഇയാൾ ക്ഷമ ചോദിച്ചല്ലോ. അല്ല, ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷമ ഷിഹാബിനെ മാനസികമായിട്ട് തൃപ്തിപ്പെടുത്തും. അത് സായി പറഞ്ഞു 100% ശരിയാണ്. പക്ഷെ ഒരു ക്ഷമക്ക് വേണ്ടിയിട്ട് മാത്രമല്ല,
മറിച്ച് ഇതൊരു വലിയ പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യുന്നതാണ്. കാരണം എന്തോ കാണിച്ച് മായാജാല വിദ്യ കാണിച്ചിട്ട് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കുട്ടികളെ കാണിച്ച് അവരെ പെരുപ്പിച്ച് കാണിച്ച് ചൂഷണം ചെയ്യുന്നതാണ്. അപ്പൊ അത് കേവലം ആരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഷിഹാബിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അപ്പൊ ഈ വിഷയത്തിൽ ഷിഹാബിനോട് ക്ഷമ ചോദിക്കുന്നത് നിങ്ങളുടെ മാന്യതയുടെ ഒരു ചെറിയ ഒരു അളവുകോലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്യാം. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് തുറന്നു കൊടുക്കട്ടെ അന്വേഷണം. അതെ, അല്ലെങ്കിൽ നിങ്ങൾ പറ അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ അവരടക്കം നിർദ്ദേശിക്കുന്ന ആളുകളെ വെച്ചിട്ട് അന്വേഷണം നടത്തട്ടെ, ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒരു ഇൻസ്ട്രക്ഷൻ തരട്ടെ, നിങ്ങൾ പറ ആര് വെച്ച് അന്വേഷിക്കണമെന്ന്, ഞങ്ങൾ കുറച്ച് ആളുകളെ സജഷൻ ചെയ്യാം. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പറയപ്പെടുന്ന ആളുകളുടെ മൊഴി എടുക്കട്ടെ, എന്നിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഏജൻസി തന്നെ പുറത്തുവിടട്ടെ. അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഗവൺമെന്റ് ഇൻവോൾവ് ആണെന്ന് പറയുന്നു. നോക്കൂ, ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കുട്ടി ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കും. ചൈൽഡ് ലൈൻ ആയി കഴിഞ്ഞാലും വനിതാ കമ്മീഷൻ ആയി കഴിഞ്ഞാലും. അതേപോലെ ഡിസാബിലിറ്റി ഉള്ള ഇത്തരത്തിലുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമണത്തിന്റെ നടക്കുന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടും സ്വമേധയാ കേസുകളില്ല. കാരണം കേസ് എന്ന് പറയുന്നത് ഒരാളെ കുറ്റവാളിയാക്കുന്നതല്ല. ഒരു മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനൽ പോലും ഏറ്റെടുത്തിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ ചാനലും 24/7 ഇരുന്ന് ചർച്ചയാണ്. അതുപോലും ഇല്ല. അല്ല, ആ ഒരു പേടി തന്നെയാണ് കഴിഞ്ഞ 5-6 വർഷത്തോളം ഇത് പുറത്ത് പറയാൻ എന്നെ മടുപ്പിച്ച് കാത്തു നിർത്തി. കാരണം എനിക്കറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളാൻ സമയമെടുക്കും. എനിക്കെതിരെ കല്ലെറിയാനോ ഞാൻ എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നൊക്കെ പറയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഒരുപക്ഷെ ഷിയാബിന്റെ ടയർഡ് കൊണ്ടായിരിക്കാം ഷിയാബ് ഇതിനേക്കാൾ ഇപ്പൊ ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇതില് എനിക്ക് സായിയുടെ ഒരു സംഭവത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ സായിനെ പറയുന്നതല്ല, മറിച്ച് സായിയാണ് എന്നെ അടക്കം ഇങ്ങനെ ഒരു വിഷയം കാദർ ഭായി ഉണ്ട്. അപ്പൊ ഞാൻ സായിയോടടക്കം സായി അങ്ങനെ ചെയ്യുമോ, മൂപ്പർ അങ്ങനെ ഉണ്ടാവുമോ? അപ്പൊ സായി ആക്ച്വലി ഇതിന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഷിയാബ് വന്നത്. ഇപ്പൊ കിക്കിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതെങ്കിൽ പോലും അത് പേഴ്സണലി സായി അതിന് നല്ല എഫേർട്ട് എടുത്തില്ല. ഞാനെന്താ പറയുന്നത്, ഇത് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെ കൊണ്ട് ഒരു 10 പേരെ സഹായിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ഒരാളെ സഹായിക്കാൻ പറ്റിയത് വലുത് അതുള്ളൂ. അപ്പൊ അതെന്തായാലും ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഞാനടക്കം ബോധവാനായത് അപ്പോഴാണ്. ഇപ്പൊ സായി എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയുന്നില്ല. ഇല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ തീരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തീർന്നു പോകും. ഇല്ലെങ്കിൽ ഇത് പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ചകഞ്ഞു പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അതിലേക്കൊന്നും എത്തിക്കാതെ ഇതിൽ പലതും മുതുകാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള സ്റ്റഡീസ് ആണ്, ഞങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. അത് കേവലം പഠനങ്ങളൊന്നും അല്ല. മുതുകാടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ, മുതുകാടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, അതിന്റെ വലിയ ഫയൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്കൊക്കെ കടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിലേക്ക് കയറുന്നില്ല. പക്ഷെ എങ്ങാനും ഇതിന്റെ പേരിൽ ഷിഹാബിനെ വ്യക്തിപരമായി വേട്ടയാടിയാൽ അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അത് ഭീഷണിയല്ല, മറിച്ച് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള മറുപടി. അത്രയേ ഉള്ളൂ. ഷിഹാബെ കൂടെയുണ്ട്. ഷിഹാബെ ഇതിന്റെ പേരിൽ ആരൊക്കെ എണ്ണി പറയുന്നു, ഏതൊക്കെ ഐഡീസ് വരുന്നുവോ, ഏതൊക്കെ ആളുകളൊക്കെ വരുന്നുവോ അവരൊക്കെ നോട്ട് ചെയ്തിട്ട് നമുക്ക് പണി കൊടുക്കാം. എങ്ങനെ? കാരണം അവർക്കൊക്കെ ഇതിൽ ബന്ധം ഉണ്ടാവും ഈ ചൂഷണത്തിൽ, അല്ലെങ്കിൽ അവരെന്തിനാ ചെയ്യുന്നത്? പിന്നെ കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. സഹോദരിമാര്, ഇവരുടെ മനുഷ്യർ, അവരൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവരൊരു വേറൊരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോടാണ് പറയുന്നത്, ഈ മനുഷ്യൻ കള്ളം പറയില്ല. അതെനിക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് അനുഭവം ഇരുന്ന് കേട്ടത് അത്രയാണ്. ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, വേണ്ടി വന്നാൽ അത് പുറത്തുണ്ട്. അല്ല സായി, നമുക്ക് എന്തായാലും അതിൻ്റെ ഇപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷിഹാബ്രോന്റെ ചാനലിൽ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സമയാസമയങ്ങൾ ചെയ്യും. ഞങ്ങൾ അത് മാത്രമല്ല, ഒരാഴ്ച ഷിഹാബിന്റെ കൂടെ തന്നെയുണ്ട്. ഷിഹാബിന്റെ കൂടെ തന്നെ ഒരാഴ്ച നല്ലത് തീരുന്ന കാര്യങ്ങളൊപ്പം ഇപ്പൊ ഒരാഴ്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മൾ കൂടെ തന്നെയുണ്ട്. പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ ഉണ്ടാവും. എന്തായാലും നമ്മൾ മലപ്പുറം കടിയില്ല, ഒരു കുഴപ്പമില്ല. അത്രയും